നിയമങ്ങൾ അധികാരമുള്ളവർക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് 2018 നടൻ എം മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരണം. കോടീശ്വരൻ പരിപാടിയിൽ പ്രവർത്തിക്കുന്നതിനിടെ മുകേഷ് മോശമായി പെരുമാറിയെന്ന് 2018 ടെസ്സ വെളിപ്പെടുത്തിയിരുന്നു. യുവതിയെ താൻ കണ്ടിട്ട് പോലുമില്ലെന്നും ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും MLA കൂടിയായ മുകേഷ് പ്രതികരിച്ചു. കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ്. പിന്നെ ഇതിപ്പോൾ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും, ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. അതല്ല, അതൊക്കെ സാമൂഹ്യ മാധ്യമം. അന്നെന്താ അവർ പറഞ്ഞത്? ഇതേ കണക്കുള്ള ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എൻ്റെ ഒരു ഓർമ്മ എഴുതി. അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നൊന്നും എനിക്ക് ഒരു ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല. ഇത് ടാർഗറ്റ് തന്നെ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. CPM-ന്റെ അന്ന് 26 കൊല്ലം മുമ്പ് നടന്നതല്ലേ, എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഭരണകക്ഷി ആയിരിക്കത്തില്ലല്ലോ. വിശദാംശങ്ങളും അരുൺ രാജ ചേർന്നു. അരുൺ രാജ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രമുഖർക്കെതിരെ വെളിപ്പെടുത്തൽ വരുമ്പോൾ 2018 ആരോപണത്തിൽ വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചാത്തലത്തിൽ ടെസ് വീണ്ടും അത് ഉയർത്തുകയാണ്. ഒരു രാഷ്ട്രീയ ആരോപണം എന്ന് നിസാരവൽക്കരിച്ച് തള്ളാനുള്ള ശ്രമം എം മുകേഷിൽ ഉണ്ടാകുന്നു. എങ്ങനെ കാണാം ഇതിനെ? രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് തന്നെ ഈ എം മുകേഷ് ഇതിനെ പ്രതിരോധിക്കുമ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ വിലയിരുത്താം? സുഹേൽ, ആദ്യം രഞ്ജിത്ത്, പിന്നീട് സിദ്ദിഖ്, ഈ രണ്ടുപേർക്കുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ ഇവർ രണ്ടുപേരും രാജിവെച്ചു. ഇതിന് പിന്നാലെയാണ് എം മുകേഷിനുള്ള ആരോപണം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എം മുകേഷ് ഇതിനെ രാഷ്ട്രീയമായി കാണുകയാണ്. എം മുകേഷ് പറയുന്നത് ഇങ്ങനെയാണ്: ഇക്കാര്യത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇടതുപക്ഷ MLA നിലയിൽ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2018 തന്നെയാണ് ഇത്തരമൊരു ആരോപണം ഈ യുവതി മുന്നോട്ട് വെച്ചത്. അന്ന് തന്നെ ഇത് യാഥാർത്ഥ്യമല്ല എന്ന് തെളിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത് ചുവടുപിടിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോഴത്തെ കാലാവസ്ഥയും മാത്രമാണ്. തനിക്ക് ഈ യുവതിയുമായി യാതൊരു ബന്ധവുമില്ല, താൻ ഈ യുവതിയെ കണ്ടിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് എം മുകേഷ് ചെയ്യുന്നത്. അന്ന് യുവതി പലതവണ തന്നെ ഫോൺ വിളിച്ചു, പക്ഷേ താൻ ഈ ഫോൺ എടുത്തിട്ടില്ല എന്ന മറ്റൊരു വിശദീകരണം കൂടി MLA-യുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇതിന് പിന്നിൽ പ്രതിപക്ഷമാണോ എന്ന ചോദ്യത്തിന് ഞാൻ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ MLA പറഞ്ഞത് അത് ഭരണപക്ഷമാകാൻ ഇടയില്ല, സ്വാഭാവികമായും ആരാണ് എന്നുള്ളത് വ്യക്തമല്ലേ എന്നുള്ള മറുപടിയാണ് ഇന്ന് എം മുകേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും എന്ന ലക്ഷ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇതിന് പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ല, ഇതിനെ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ള വാചകം കൂടി അദ്ദേഹം അവസാന ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ശക്തമായ ആരോപണമാണ് എം മുകേഷിനെതിരെ മുന്നോട്ട് വരുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമത്തെ കുറിച്ച് ആ പോസ്റ്റിൽ എം മുകേഷിന്റെ പേര് വ്യക്തമായി സൂചിപ്പിക്കുന്നു. പക്ഷേ അതിനെയെല്ലാം അത് നിസ്സാരവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ആവർത്തിക്കുകയാണ് എം മുകേഷ് ഇപ്പോൾ ചെയ്യുന്നത്. സുഹേൽ.